നിലമ്പൂരിൽ ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്ത് സ്ഥാനാർത്ഥികളെയും വ്യക്തികളെയും സ്ഥാപനങ്ങളും ഒക്കെ തന്നെ സന്ദർശിക്കുകയാണ്. യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായ ആര്യടൻ ഷൌക്കത്ത് ഇന്നെങ്ങനെയാണ് പ്രചരണം? ഇന്ന് നമ്മൾ നിശബ്ദ പ്രചരണം പരമാവധി സ്ഥാപനങ്ങളൊക്കെ സന്ദർശിച്ച് ആളുകളെ 1-to-1 കാണാൻ വേണ്ടിയുള്ള ശ്രമമാണ്. കോളേജുകളും സ്കൂളുകളും അതേപോലെ ഒക്കെ സന്ദർശിച്ച് ആളുകളെ കാണാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. എന്തായാലും പരമാവധി ആളുകളെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ എന്തായാലും ഒരു ചരിത്ര ഭൂരിപക്ഷം നിലമ്പൂർ. ഇന്നലെ കൊട്ടിക്കലാശത്തിൽ വലിയ ആവേശം നമ്മൾ കണ്ടതാണ്. അതൊക്കെ തന്നെ ഒരു വലിയ ഭൂരിപക്ഷത്തിന്റെ ഒരു സൂചനയാണോ? കൃത്യമായ സൂചനയാണ്. കാരണം നിലമ്പൂർ തീരുമാനിച്ചു കഴിഞ്ഞു എന്നതിന് കൃത്യമായൊരു സൂചനയാണ്. എന്തൊക്കെയായാലും ഒരു നല്ല ചരിത്ര ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ വിജയം. കനത്ത മഴയാണ്, അതൊക്കെ ഒരു പോളിങ്ങിനെ ബാധിക്കുമോ? മഴയൊന്നും പോളിങ്ങിനെ ബാധിക്കില്ല. പിന്നെ കാരണം ആളുകൾ അത്ര ആവേശത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തും നല്ല കനത്ത മഴയുണ്ടായി. പക്ഷെ എങ്കിലും അതൊന്നും പോളിങ്ങിനെ ബാധിക്കുന്ന പ്രശ്നമില്ല. ഒരു നല്ല ഭൂരിപക്ഷം ഉണ്ടാവും, നല്ല പോളിംഗും. അതോടൊപ്പം തന്നെ ഈ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ RSSുമായി CPM സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നായിരുന്നു. ഇന്ന് അദ്ദേഹം അതിൽ നിന്ന് മലക്കം പറഞ്ഞിട്ടുണ്ട്. ജനതാ പാർട്ടിയുമായിട്ടാണ് സഖ്യം എന്നാണ് പറയുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം ഒരു വിഷയം വീണ്ടും സജീവമാക്കുന്നതിൽ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് കരുതുന്നുണ്ട്? അതല്ല, ഗോവിന്ദ് മാഷ് പറഞ്ഞതാണ് ശരി. RSSുമായി നല്ല ജനസംഘം എന്ന് പറയുന്നത് ജനസംഘം അടങ്ങുന്ന ജനതാ പാർട്ടിയുമായി 77 സഖ്യം. അതിനു മുൻപേ ഉണ്ടാക്കിയിട്ടുണ്ട് ജനസംഘം മാത്രമായിട്ട്. ജനസംഘവുമായി മാത്രമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് 967. കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിമാർ ഇന്ത്യ രാജ്യത്തുണ്ടാകണമെന്ന് പറഞ്ഞ് ജനസംഘവുമായി സഖ്യം ചേർന്നു. ഉത്തർപ്രദേശിലടക്കം. അന്നൊക്കെ അവിടെയൊക്കെ പാർട്ടി ഉണ്ടായിരുന്ന സ്ഥലമാണ്, ഇന്നത്തെ പോലെയല്ല. അതിനൊക്കെ വളരെ വ്യക്തമായി ചരിത്രമുണ്ടല്ലോ, വളരെ വ്യക്തമായിട്ട്. അത് ഏത് സമയവും ഈ CPM ജനസംഘവുമായും അല്ലെങ്കിൽ RSSുമായും ഒക്കെ ഉണ്ടാക്കിയ ചരിത്രമാണുള്ളത്. വർത്തമാനകാലത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് വീണ്ടും ചർച്ചയാക്കുന്നതിൽ എന്തെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ? വർത്തമാനകാലത്തും അത് നടന്നുകൊണ്ടിരിക്കുന്നു. അതുതന്നെയാണ് ഇത്തരത്തിൽ BJPയുമായും RSSുമായും CPMന് ബാന്ധവമുണ്ട്. അത് ഇപ്പോഴും അത് പ്രസക്തമാണ് എന്നാണ് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായ ആര്യടൻ ഷൌക്കത്ത് പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം നിലമ്പൂരിൽ നിന്നും റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ.